നടി കനകലതയെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാനാകില്ല. ചെറുതെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല കഥാപാത്രങ്ങളെ കനകലത അവതരിപ്പിച്ചിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിന് ദീർഘനാളായി ചികിത്സയിലായിരുന്ന കനകലത ഇന്നലെ വൈകുന്നേരമാണ് നമ്മോട് വിട പറഞ്ഞത്. 1990 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്നു കനകലത. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി 1960 ഓഗസ്റ്റ് 24-നാണ് കനകലതയുടെ ജനനം. കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ മികവിലൂടെയാണ് സിനിമയിലെത്തിയത്. 1980-ൽ ഉണർത്തുപാട്ട് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം റിലീസായില്ല. പിന്നീട് 1982-ൽ റിലീസായ ചില്ല് എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 1989-ൽ നടനും സംവിധായകനുമായ കാര്യവട്ടം ശശികുമാറിനെ വിവാഹം ചെയ്തെങ്കിലും 2005-ൽ വിവാഹമോചിതയായി. ഈ ബന്ധത്തിൽ കനകലതയ്ക്ക് മക്കളില്ല. കലാരംഗത്തെത്തിയ കനകലത 30 വർഷങ്ങളോളം നാടക, ടെലി സീരിയൽ, ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. മലയാളത്തിൽ ഇതുവരെ ഏകദേശം 360 സിനിമകളിലും തമിഴിൽ 30 സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 8-ന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് കനകലതയുടെ മലയാളത്തിലെ അവസാനത്തെ സിനിമ. ചില്ല്, കരിയിലക്കാറ്റ് പോലെ, രാജാവിന്റെ മകൻ, ജാഗ്രത, കിരീടം, വർണ്ണപ്പകിട്ട്, എന്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണ് സത്യം, ആദ്യത്തെ കൺമണി, തച്ചോളി, വർഗീസ് ചേതവർ, സ്ഫടികം, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻ, മാട്ടുപ്പെട്ടി മച്ചാൻ, പ്രിയം എന്നിവയാണ് കനകലതയുടെ പ്രധാന സിനിമകൾ. പാർക്കിൻസൺസും ഡിമെൻഷ്യയുമാണ് കനകലതയെ തളർത്തിയത്. 2021 ഡിസംബർ തൊട്ടാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. സഹോദരി വിജയമ്മയാണ് കനകലതയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നതിന്റെ പ്രശ്നമാണെന്നാണ് ആദ്യം കരുതിയത്. വിഷാദ രോഗമാണോ എന്നും സംശയമുണ്ടായിരുന്നു. ഉറക്കം കുറവായിരുന്നു. നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് വിജയമ്മ പറഞ്ഞെങ്കിലും അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് കനകലത അക്കാര്യം വിട്ടു. ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത പിന്നീട് കൂടിക്കൂടി വന്നു. സ്ഥിരമായി യോഗ ചെയ്തിരുന്ന കനകലത അത് നിർത്തി. അങ്ങനെ 2021 ഓഗസ്റ്റ് മാസം പരിമല ഹോസ്പിറ്റലിൽ കാണിക്കുകയും MRI സ്കാനിംഗ് നടത്തുകയും ചെയ്തു. തലച്ചോറ് ചുരുങ്ങുകയാണെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തി. തിരുവനന്തപുരത്ത് തിരിച്ചു ചെന്ന ശേഷം കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു. അപ്പോഴേക്കും ഒരു മനുഷ്യന്റെ ഓർമ്മകളിൽ ഏറ്റവും നിസ്സാരമായതുവരെ കനകലത മറന്നുപോയിരുന്നു. തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാതെ, പ്രാഥമിക കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാനാവാതെ, ഇടയ്ക്കെങ്കിലും സ്വന്തം പേര് പോലും മറന്നുപോകുന്ന അവസ്ഥ. ഇടയ്ക്ക് സിനിമ കാണാൻ ടെലിവിഷന് മുൻപിൽ കൊണ്ടിരുത്തുമ്പോൾ മാത്രമേ കനകലതയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയിരുന്നുള്ളൂ. അവസാന കാലത്ത് ഭക്ഷണം കഴിക്കാനോ ഉമിനീര് പോലും ഇറക്കാനോ കനകലത മറന്നുപോയിരുന്നു. അങ്ങനെ ട്യൂബിട്ട് ലിക്വിഡ് ഫുഡാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെ രോഗം മൂർച്ഛിച്ച കനകലത നമ്മോട് വിട പറയുകയായിരുന്നു.